പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രമും വേദയും ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാണ്. ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും വിക്രം അങ്ങ് അവസാനിപ്പിച്ചു. അച്ഛന്റെ പ്രിയപ്പെട്ട മകനായിട്ടും വേദയുടെ നല്ലൊരു പാതിയായിട്ടും മാറാനാണ് ഇപ്പോൾ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ആ വീട്ടിലാകെ സന്തോഷത്തിന്റെ ദിനങ്ങളാണ്. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ശ്രീകാന്ത് വേദയെ ഫോണിൽ വിളിക്കുന്നത്. തനിക്കൊന്ന് കാണണമെന്ന് പറയും. ഞാൻ ഓഫീസിലേക്ക് വരാമേട്ടാ എന്ന് വേദ സമ്മതിച്ചു. ഇത് കേട്ട് വിക്രത്തിന് കാര്യം പിടികിട്ടി. എടി, ഒരു കാരണമില്ലാതെ നിന്റെ ഏട്ടൻ നിന്നെ വിളിക്കില്ല. എന്നെ കൊടുക്കാനുള്ള എന്തെങ്കിലും പുതിയ അടവ് ആ മനസ്സിന്റെ കോണിൽ പുള്ളി കരുതി വെച്ചിട്ടുണ്ടാവും. എന്തായാലും നീ ഒന്ന് പോയി നോക്ക്. അന്നേരം വേദ പറഞ്ഞു, എനിക്കൊന്ന് ഏട്ടനെ കാണണമെന്ന് തന്നെയായിരുന്നു വിക്രം. പക്ഷേ കാണുമ്പോൾ എനിക്ക് ചിലതൊക്കെ ചോദിക്കാനുണ്ട്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു കരടായിട്ട് മാറാൻ MLA വാസവന്റെ കൂടെ ചേർന്ന് ഏട്ടൻ പ്ലാൻ ചെയ്യുന്നതൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. വേദയുടെ ഉള്ളിൽ എന്തൊക്കെയോ കത്തുന്നുണ്ടായിരുന്നു. വിക്രത്തിനത് മുഴുവനായി മനസ്സിലായെങ്കിലും അവൻ അവളെ നോക്കി നിന്നു. അപ്പോഴാണ് ശ്രീനിവാസന്റെ കോൾ വിക്രത്തിനെ തേടി വരുന്നത്. എനിക്കൊന്ന് കാണണം, നീ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കണേ. ഞാൻ അങ്ങോട്ടേക്ക് വരാൻ നിൽക്കുമായിരുന്നു സർ. കുറച്ച് കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞ് വിക്രം ഫോൺ വെച്ചു. ഇത് കേട്ടതോടുകൂടി തന്നെ വേദയ്ക്ക് വീണ്ടും ദേഷ്യം വന്നു. നിങ്ങളെല്ലാം നിർത്തിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും അയാളെ കാണാൻ പോവാണോ എന്ന് ചോദിക്കാണ് വേദ. യൂണിയന്റെ വല്ല പ്രശ്നവും തീർക്കാനാണോ അതോ ഇനി എന്തെങ്കിലും കുഴി തോണ്ടാനാണോ അയാൾ വിളിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം വിക്രം അവളെ സമാധാനിപ്പിച്ചു. എടി, ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇതിനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ പോകുന്നത് എനിക്ക് പകരം അവരോട് വേറെ ആളെ നോക്കാൻ പറയാൻ വേണ്ടിയിട്ടാണ്. നിന്റെ കൂടെ ഇനിയെങ്കിലും എനിക്ക് സമാധാനമായി ജീവിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. വിക്രമിൻ്റെ ഈ മാറ്റം കണ്ടപ്പോൾ വേദയ്ക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. എങ്കിൽ നമുക്ക് ഒരുമിച്ചിറങ്ങാം. എന്നെ ഓഫീസിൽ വിട്ടിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോ എന്ന് പറയാണ് വേദ. നിങ്ങൾ എന്നോട് കള്ളം പറയില്ലല്ലോ എന്ന് അവൾ ചോദിച്ചു. ഈ മാലയിട്ട് ഞാൻ എന്തിനാണ് നിന്നോട് കള്ളം പറയുന്നത്? എനിക്ക് എൻ്റെ അച്ഛനെയും കുടുംബത്തെയും വേണം എന്ന് വിക്രം തറപ്പിച്ചു പറഞ്ഞു. പിന്നെ വേറെ ആരെയും വേണ്ടേ എന്ന് കള്ളച്ചിരിയോട് കൂടെ തന്നെ വേദ ചോദിച്ചപ്പോൾ, നീ എൻ്റെ ഭാര്യയല്ലേടി, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കേണ്ടത് എൻ്റെ കടമയല്ലേ എന്നങ്ങനെ വിക്രം ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി നൽകി. അവൻ്റെ ഈ ഒരു പുതിയ രൂപം കണ്ട് വേദ അതിശയിച്ചു പോയി. പഴയ ആ ചട്ടമ്പിത്തരമൊക്കെ മാറ്റി വിക്രം വല്ലാതെ മാറിയിരിക്കുന്നു. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ നിനക്ക് തന്നെയാണെന്ന് പറഞ്ഞ് വിക്രം ചിരിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് നടന്നു. അവർ രണ്ടുപേരും കൂടി ബൈക്കിൽ അവിടെ നിന്നും പോയി. വേദയെ ഓഫീസിലിറക്കി വിക്രം നേരെ ശ്രീനിവാസന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ശ്രീനിവാസൻ വിക്രത്തെ കാത്തിരിക്കുകയായിരുന്നു. ശ്രീകാന്തിന്റെ കമ്പനിക്കെതിരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും തൊഴിലാളികളുടെ കൂടെ നിർത്താനും വിക്രമിനെ എങ്ങനെ ഉപയോഗിക്കാമെന്നായിരുന്നു അയാളുടെ ചിന്ത. വിക്രത്തിനെ കണ്ടതും ശ്രീനിവാസൻ തോളിൽ കൈവച്ച് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്താ ഈ 2 ദിവസം ഇങ്ങോട്ടേക്കൊന്നും വരാതിരുന്നത്? വേദ നിന്നെ മുഴുവനായിട്ടങ്ങ് മാറ്റിമറിച്ചോ അതോ നീ നല്ല പുള്ളിയാവാൻ നോക്കുവാണോ എന്ന് ചോദിക്കും. സാരമില്ല, എനിക്ക് നിന്നോട് ഒരു അത്യാവശ്യം പറയാനുണ്ട്. പക്ഷേ വിക്രം വളരെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു, സർ, എന്നോട് ക്ഷമിക്കണം. എനിക്കിനി ഇതിനൊന്നും നിൽക്കാൻ പറ്റില്ല. ഞാൻ അച്ഛനും അമ്മക്കും വാക്ക് കൊടുത്തുപോയി. സാറുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇത് കേട്ടതോടുകൂടി തന്നെ ശ്രീനിവാസൻ ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. നീ വല്ല തമാശയും പറയാണോ വിക്രം എന്ന് ചോദിച്ചപ്പോൾ, ഇതൊരു തമാശ പറയാനുള്ള കാര്യമൊന്നുമല്ല സർ. ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. എന്നെ സർ അങ്ങ് വിട്ടേക്ക് എന്ന് വിക്രം ഉറപ്പിച്ചു പറഞ്ഞു. സർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് തണലായിരുന്നു. പക്ഷേ ഇപ്പോൾ വാസവനും അഭിലാഷുമൊക്കെ എൻ്റെ പുറകെയാണ്. മരിക്കാനൊന്നും എനിക്ക് പേടിയില്ല സർ. പക്ഷേ ഞാൻ കാരണം എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കുന്നത് എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. അച്ഛൻ്റെയും അമ്മയുടെയും സമാധാനം കളയാൻ എനിക്ക് പറ്റില്ല. വിക്രമിൻ്റെ വാക്കുകൾ കേട്ട് ശ്രീനിവാസന്റെ ഉള്ളിൽ ദേഷ്യമങ്ങ് ഇരിച്ചു കയറി. എങ്കിലും പുറത്ത് ചിരി വരുത്തിക്കൊണ്ട് തന്നെ അയാൾ ചോദിച്ചു, സ്വന്തം കുടുംബത്തെക്കുറിച്ച് നിനക്ക് ഇപ്പോഴാണോ വിക്രം ചിന്ത വന്നത്? ഇത് നിന്റെ ബുദ്ധിയാണോ അതോ നിന്റെ ഭാര്യ വേദയുടെ ഉപദേശമാണോ? എന്തായാലും എൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലാത്തവരെ ഞാൻ ഏതായാലും നിർബന്ധിക്കുന്നില്ല. നിനക്ക് സന്തോഷമായിട്ട് തന്നെ ജീവിക്കാം. ഞാനായിട്ട് അതിന് ഒരിക്കലും തടസ്സം നിൽക്കില്ല. വിക്രത്തിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് തന്നെ അയാൾ അഭിനയിച്ചങ്ങ് തകർക്കുമായിരുന്നു. ശരി സർ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങി. വിക്രം പോയതോടുകൂടി തന്നെ ശ്രീനിവാസൻ ശ്രുതിയോട് തൻ്റെ ഉള്ളിലെ വിഷം അങ്ങ് പുറത്തെടുത്തു. ഇവനെ തന്നെ എനിക്ക് വേണം. ഇവന് പകരമായിട്ട് മറ്റാരെയും ഞാൻ വെക്കില്ല. ഇവൻ എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ഇവനെ സമാധാനമായിട്ട് ജീവിക്കാനൊന്നും ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. വേദയെയും ശ്രീധരനെയും ഒരുക്കിയാൽ എൻ്റെ വഴി അങ്ങ് തെളിയും. അതിന് 2 പേരെയും തീർക്കുക തന്നെ വേണം. അങ്ങനെയുള്ള ഗൂഢാലോചനയുമായി ശ്രീനിവാസൻ നിൽക്കുമ്പോഴാണ് വേദ ശ്രീകാന്തിനെ കാണാൻ ചെല്ലുന്നത്. വേദയെ കണ്ടതോടുകൂടി തന്നെ ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീയും വിക്രം തിരിച്ചെത്തിയല്ലേ എന്ന്. അന്നേരം വേദ പറഞ്ഞിട്ട്, എനിക്ക് ഏട്ടനോട് ചിലത് ചോദിക്കാനുണ്ട്. ഏട്ടൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയപ്പോൾ ആ വാസവന്റെ കൂടെ ചേർന്ന് വിക്രമിനെ തീർക്കാൻ വേണ്ടിയിട്ട് ഏട്ടനല്ലേ കൂട്ടുനിന്നത്?
എന്നാലും എന്നെ ചതിക്കാനും ഏട്ടൻ കൂട്ടുനിന്നല്ലോ. ഇത് കേട്ട് ശ്രീകാന്ത് ആകെ ഞെട്ടിപ്പോയി. വേദേ, നീ എന്തൊക്കെയായി പറയുന്നത്? ആരാ നിന്നോട് ഈ നുണകളൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കും. ആ വിക്രമാണോ നിന്റെ മനസ്സിൽ എന്നെ പറ്റിയിട്ട് ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കാട്ടോ ശ്രീകാന്ത്. അന്നേരം വേദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏട്ടൻ ഇത്രയും നന്നായിട്ട് അഭിനയിക്കുമെന്നൊന്നും ഞാൻ കരുതിയില്ല ഏട്ടാ. ശ്രീനിവാസന്റെ നാവ് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് കേട്ടത്. ഇതിന്റെ പിന്നിൽ എൻ്റെ ഏട്ടനുമുണ്ട്. ഇനി ഏതായാലും ഒളിച്ചു വെക്കേണ്ട. അത് കേട്ടതോടുകൂടി തന്നെ ശ്രീകാന്ത് ആകെ വിയർത്തുപോയി. ഞാൻ നിന്റെ ഏട്ടനല്ലേ വേദ, നിന്നെ ചതിക്കാൻ എനിക്ക് പറ്റുമോ എന്ന് ചോദിക്കാണ്. വിക്രത്തിനെ ഇല്ലാതാക്കാൻ നിങ്ങൾ നോക്കി, അതിന് എന്നെയും കരുവാക്കി. അന്ന് വിക്രം വന്നില്ലായിരുന്നുവെങ്കിൽ അയാൾ എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേനെ. ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ സ്വത്തിൻ്റെ എൻ്റെ ഷെയറും കൂടി ഏട്ടന് കിട്ടുമല്ലോ, അതല്ലേ ഏട്ടൻ്റെ ലക്ഷ്യം. വേദയുടെ വാക്കുകൾ കേട്ട് ശ്രീകാന്തിനെ എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ശ്രീനിവാസന്റെ കോള് പെട്ടെന്ന് ശ്രീകാന്തിനെ തേടി എത്തുന്നത്. ശ്രീകാന്ത് അത് കട്ട് ചെയ്യാൻ നോക്കിയെങ്കിലും വേദ ഫോണ് തട്ടിപ്പറിച്ചു. ആരാണ് വിളിച്ചതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ശ്രീനിവാസന്റെ പേര് കണ്ടതും വേദക്ക് കാര്യം മനസ്സിലായി. ഓ, ഇയാളും ഏട്ടനും കണ്ടുപിടിച്ചതായിരിക്കുമല്ലേ ഇത്. വിക്രം എല്ലാം ഉപേക്ഷിച്ച് വരുമ്പോൾ നിങ്ങൾ വീണ്ടും ചതിക്കാൻ നോക്കുവാണോ? എങ്കിൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറും. ഏട്ടനിരിക്കുന്ന ആ ഒരു കസേര എൻ്റേതാണ്. ബിസിനസ്സും ചുമതലകളും എല്ലാം ഞാനും അങ്ങ് ഏറ്റെടുക്കും. അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്ന് അവൾ മുന്നറിയിപ്പ് നൽകി. അന്നേരം ശ്രീകാന്ത് ആകെ പേടിച്ചുപോയി. അയാൾ പറയുന്നത് കേൾക്കാൻ വേദ നിർബന്ധിച്ചു. എന്നിട്ട് ശ്രീകാന്തിനെയും കൂട്ടി ശ്രീനിവാസൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ വേദ വണ്ടിയിലിരുന്നു. എന്നിട്ട് ശ്രീകാന്തിൻ്റെ ഫോണിൽ വോയിസ് റെക്കോർഡിംഗ് ഓൺ ചെയ്ത് വിട്ടു. ശ്രീകാന്ത് ശ്രീനിവാസൻ്റെ അടുത്തേക്ക് ചെന്നു. വിക്രം എല്ലാം നിർത്തിപ്പോയി. അവൻ എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അവൻ എൻ്റെ ഇരയാണ് എന്ന് ശ്രീനിവാസൻ പറയുന്നത് വേദ എല്ലാം തന്നെ റെക്കോർഡ് ചെയ്തിരുന്നു. എല്ലാം കേട്ടുകഴിഞ്ഞതിന് ശേഷം വേദ ശ്രീകാന്തിനെ വിറപ്പിച്ചു. ഇനി വിക്രത്തിനെതിരെ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ നിങ്ങളുടെ സ്വപ്നമെല്ലാം തന്നെ ഞാൻ തകർക്കും. അവൾ ആ വോയിസ് റെക്കോർഡ് നേരെ ദർശനെ കേൾപ്പിച്ചു. വിക്രം ഇത് അറിയേണ്ട സമയം വരുമ്പോൾ ഞാൻ കേൾപ്പിച്ചു കൊടുക്കും എന്ന് വേദ പറഞ്ഞു. പിന്നീട് വേദ നേരിട്ട് തന്നെ ശ്രീനിവാസനെ കാണാൻ തീരുമാനിച്ചു. എന്നിട്ട് ആ വോയിസ് റെക്കോർഡിങ്സ് എല്ലാം തന്നെ അവനെ കേൾപ്പിച്ചു കൊടുത്തു. ഇനി വിക്രമിൻ്റെ പുറകെ നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തനി സ്വരൂപം ഞാൻ നാട്ടുകാരെ കാണിക്കും. സകല തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. വേദയുടെ വാക്കുകൾക്ക് മുന്നിൽ, ഭീഷണിക്ക് മുന്നിൽ മറുപടിയില്ലാതെ പതറി നിൽക്കുകയായിരുന്നു ശ്രീനിവാസൻ. പിന്നീട് വിക്രത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേദ ഉറച്ച തീരുമാനമായി മുന്നോട്ട് പോവാണ്. ശ്രീനിവാസന്റെയും ശ്രീകാന്തിന്റെയും ചതിക്കുഴികൾക്ക് മുന്നിൽ പതറാതെ നിൽക്കുന്ന വേദയുടെ പോരാട്ടം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ആ ഒരു റെക്കോർഡ് ചെയ്ത ശബ്ദരേഖ വെച്ച് ശ്രീനിവാസന്റെയും ശ്രീകാന്തിന്റെയും ശ്വാസം മുട്ടിക്കാനാണ് വേദയുടെ തീരുമാനം. ശ്രീനിവാസൻ സാറാണെങ്കിൽ തൻ്റെ തോൽവി സമ്മതിക്കാൻ അത്ര എളുപ്പത്തിലൊന്നും തയ്യാറാവില്ല. അയാൾ MLA വാസവനെ കൂട്ടിപ്പിടിച്ച് വിക്രമിനെതിരെ പുതിയ കേസ് കെട്ടിച്ചമക്കാൻ ശ്രമിക്കുകയും വിക്രമിൻ്റെ പഴയ കാലത്തെ ചില ഗുണ്ടായുസങ്ങൾ കുത്തിപ്പൊക്കി അവനെ ജയിലിലടക്കാനുമാണ് അവരുടെ അടുത്ത തീരുമാനം. എന്നാൽ വിക്രം പൂർണ്ണമായും മാറിയെന്ന് ബോധ്യപ്പെട്ട അച്ഛൻ ശ്രീനിവാസനും വീട്ടുകാരും അവന് ശക്തമായി തന്നെ പിന്തുണയായി കൂടെ നിൽക്കും. ഈ സമയത്താണ് വേദ തന്റെ തുറുപ്പുചീട്ട് പുറത്തെടുക്കുന്നത്. ശ്രീകാന്ത് കമ്പനിയിൽ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളുടെയും ശ്രീനിവാസനുമായി നടത്തിയ രഹസ്യ ഇടപാടുകളുടെയും തെളിവുകൾ അവൾ കണ്ടെത്തുന്നു. ഈ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി ശ്രീകാന്തിനെ കൊണ്ട് തന്നെ ശ്രീനിവാസനെതിരെ മൊഴി പറയിപ്പിക്കാൻ വേദക്ക് സാധിക്കും. സ്വന്തം കസേരയും അന്തസ്സും നഷ്ടമാവുമെന്ന് ഭയന്ന് ശ്രീകാന്ത് ഒടുവിൽ വേദയുടെ വഴിയെ തന്നെ വരാൻ നിർബന്ധിതനായി. വിക്രം ഇതൊന്നും അറിയാതെ തൻ്റെ പുതിയ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് വാസവന്റെ ഗുണ്ടകൾ അവനെ വീണ്ടും പ്രകോപിപ്പിക്കാൻ വരുന്നത്. എന്നാൽ പഴയ വിക്രമിനെ പോലെ കൈക്കരുത്ത് കാട്ടുന്നതിന് പകരമായി നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ അവരെ നേരിടാൻ വിക്രം പഠിക്കുന്നു. വേദയുടെയും വിക്രമിൻ്റെയും ഈ ഒരു ഒത്തൊരുമ ശ്രീനിവാസന്റെ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ഒടുവിൽ ശ്രീനിവാസൻ തൻ്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് പരാജയം സമ്മതിക്കുകയും ശ്രീകാന്ത് വേദയുടെ കാൽക്കൽ വീണ് മാപ്പിരക്കുന്നതുമായ വൈകാരികമായ രംഗങ്ങളാണോ ഇനി പവിത്രം സാക്ഷ്യം വഹിക്കുന്നത്. വിക്രമും വേദയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് തന്നെ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് കൈകോർക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ഒക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ.